ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പ്രാഥമിക വിവരം മാത്രമാണ്. ബൂത്ത് അടിസ്ഥാനത്തിലോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിശകലനത്തിലേക്കോ ഒന്നും കടന്നിട്ടില്ല. ഒരു പ്രാഥമിക വിവരം മാത്രമാണ്. ആ പ്രാഥമിക വിവരം വെച്ച് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടാകും ഏതൊക്കെ മണ്ഡലത്തിൽ സംഭവിക്കുമെന്നുള്ളത്. ഇത് എക്സിറ്റ് പോളല്ല, പ്രീ പോളല്ല, അഭിപ്രായ സർവേ അല്ല, പ്രവചനമല്ല. പകരം പ്രാഥമികമായിട്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ, അവിടുത്തെ നേതാക്കന്മാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്. ഇതിന് എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ വരെ, ഈ നിമിഷം വരെ എത്ര ശതമാനം പോളിംഗ് ഓരോ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ളതിന് കൃത്യമായ ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. ഓരോ മണ്ഡലത്തിൽ നടന്ന പോളിംഗിൻ്റെ ശതമാനം രാഷ്ട്രീയ പാർട്ടികളുടെ കൈവശവുമില്ല. അത് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് എത്ര പേർ വോട്ട് ചെയ്തു എന്നെങ്കിലും മിനിമം അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു തരംഗം ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് അറിയുന്ന ഒരു ചെറിയ വിശകലനം മാത്രമാണ് നൽകുന്നത്. ഇതിനെ ഒരു ആധികാരിക രേഖയായിട്ട് കാണരുത്. പകരം നാളെയോടുകൂടി ഒരുപക്ഷെ ഒരു ആധികാരികമായ ഒരു രേഖ നമുക്ക് ലഭ്യമാകും. കാരണം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടുകളും മറ്റുള്ളത് നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും. ഏതായാലും ഒരു പ്രാഥമിക വിവരം നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷകരോട് ഇന്നലെ പറഞ്ഞിരുന്നതാണ്, അതുകൊണ്ട് തന്നെ പ്രാഥമിക വിവരം നൽകുന്നു. ആദ്യമായി നമ്മൾ പോകുന്ന മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇത്തവണത്തെ പോളിംഗിൻ്റെ ഒരു യഥാർത്ഥ കണക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിലും 74% പോളിംഗ് നടന്നിട്ടുണ്ടാകും എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിനകത്ത് 60,000 പുതിയ വോട്ടർമാർ ഉണ്ടായിട്ടുണ്ട്. ഈ 60,000 പുതിയ വോട്ടർമാരും ഒപ്പം തന്നെ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, വനിതകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത മണ്ഡലവും ലോക്സഭാ മണ്ഡലവും തൃശ്ശൂരാണ്. വനിതകളുടെ ഒരു വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെയധികം കൂടിയിട്ടുണ്ട് തൃശ്ശൂർ. അതുപോലെ തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായി തന്നെ വളരെ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ നൽകിയ വാർത്ത പോലെ തന്നെ സുരേഷ് ഗോപിക്ക് തന്നെ ഒരു മുൻതൂക്കം എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. അടുത്തത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇതുവരെ അവിടുത്തെ ഡീറ്റെയിൽസുകളോ ഡേറ്റകളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും തിരുവനന്തപുരത്തെക്കുറിച്ച് ഞങ്ങളിന്ന് വാർത്തയും ചെയ്തിട്ടില്ല. വിശദമായ വിശകലനം ലഭിച്ച ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പിന്നുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ കോൺഗ്രസ്സിനെ വല്ലാതെ ആശങ്കകൾ അലട്ടുന്നുണ്ട്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറയേണ്ടി വരും. എന്ന് കരുതി അവിടെ അനിൽ കെ ആന്റണി ജയിക്കും എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വലിയ അടിയൊഴുക്ക് നടന്ന കേരളത്തിലെ ഒരു മണ്ഡലം പത്തനംതിട്ടയാണ്. എന്തൊക്കെ അടിയൊഴുക്കുകളാണെന്ന് വരും ദിവസങ്ങളുമായി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും. പ്രാഥമിക വിവരം അനുസരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. അനിൽ കെ ആന്റണിയും ആൻറ്റോ ആൻ്റണിയും തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് പത്തനംതിട്ടയിൽ നടന്നിരിക്കുന്നത്. അടിവലി നടന്നോ അടിയൊഴുക്ക് നടന്നോ എന്നുള്ളത് 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് പറയാം. അവിടെയും കൃത്യമായൊരു ശതമാനക്കണക്ക് ലഭ്യമായിട്ടില്ല. മറ്റുള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രത്തോളം ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മാവേലിക്കര, കോട്ടയം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂരിൽ മികച്ച മുന്നേറ്റം NDA നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത് വളരെ മികച്ച മുന്നേറ്റം തുഷാർ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. കഴിഞ്ഞ തവണ കിട്ടിയത് ഏതാണ്ട് 1,60,000 അടുത്ത വോട്ടുകളാണെങ്കിൽ അതിൻ്റെക്കാളും വളരെ ഉയരത്തിൽ ഒരുപക്ഷെ 2.5 ലക്ഷം അതിന് മുകളിലൊക്കെ വോട്ട് ഉയരാം. BDJസിൻ്റെ നേതാക്കളൊക്കെ പറയുന്നവർ 2ാം സ്ഥാനത്തൊക്കെ എത്തുമെന്നൊക്കെയാണ്. എങ്കിൽ പോലും ശതമാനക്കണക്ക് അവിടെ ലഭ്യമല്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റുകളും മറ്റും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് കിട്ടിയ വോട്ടുകൾ ബൂത്ത് വൈസ് അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില വിവരങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രേക്ഷകരുമായിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് BJPക്ക് ലഭിക്കും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന ഡേറ്റാസുകളൊന്നും പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിൽ പോലും ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്നത് തൃശ്ശൂർ മാത്രമാണ്. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത്ഭുതങ്ങൾ ഏതെങ്കിലും നടക്കുമെങ്കിൽ അത് പത്തനംതിട്ടയാണ്. ഒപ്പം തന്നെ 2ാം സ്ഥാനത്തെത്തും എന്ന് BJP കരുതുന്നൊരു മണ്ഡലം ആലപ്പുഴയാണ്. BDJS 2ാം സ്ഥാനത്ത് എത്തുമെന്ന് കരുതുന്നത് കോട്ടയവുമാണ്. ഒപ്പം തന്നെ മാവേലിക്കരയും പാലക്കാടും ഒക്കെ തന്നെ നല്ല മത്സരം തന്നെ. ഇതൊരു പ്രാഥമിക വിവരമാണ്. ഡേറ്റാസുകൾ കിട്ടിയിട്ടില്ല, വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല, ബൂത്ത് വൈസുള്ള. കാരണം ഇന്നലെ പല മണ്ഡലങ്ങളിലും രാത്രി 10 മണിക്കും വൈകിയുമൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബൂത്ത് വൈസുള്ള അല്ലെങ്കിൽ പ്രവർത്തകരോ ഇല്ല ബൂത്ത് ഏജന്റുമാരൊന്നും ആ വിശകലനത്തിലേക്ക് കടന്നിട്ടുമില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള പ്രാഥമികമായ വിവരം. നന്ദി, നമസ്കാരം.